അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇന്നത്തെ കോടതിയുടെ വിമർശനങ്ങളെ, കേന്ദ്രത്തിനോടുള്ള വിമർശനങ്ങളെ എങ്ങനെ കാണുന്നു? 2016 2017 വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ എയർലിഫ്റ്റിംഗ് ചാർജുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഒക്ടോബർ 22 കേന്ദ്രം കത്തയച്ചത്. ആ കത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. സ്മൃതി, കേരളത്തോട് കേന്ദ്രം സ്വീകരിക്കുന്ന ഈ സമീപനത്തിൽ നമുക്ക് അത്ഭുതമില്ല, അതിനകത്ത് പുതുതായി ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ CPM-ന്റെ പ്രതിനിധി ശരിയായി സൂചിപ്പിച്ചതുപോലെ ഈ ദുരന്തത്തെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഒരു നാടാകെ ഒലിച്ചുപോയി എന്നും നിങ്ങൾ പറയരുതേ, അവിടെ 2-3 വാർഡുകളിലെ അപകടം സംഭവിച്ചിട്ടുള്ളൂ എന്ന് ഒരു മുൻ കേന്ദ്രമന്ത്രി BJP നേതാവ് പറഞ്ഞതിലൂടെ അവരുടെ ആറ്റിറ്റ്യൂഡ് വളരെ വ്യക്തമാണ്. ഇപ്പോൾ കേരളത്തിന് അടിയന്തരമായി സഹായം ആവശ്യമുള്ള ഈ ഘട്ടത്തിൽ നമ്മളെ തേടി വരുന്നത് പിന്നെ ഈ വൈസ് മാർഷലിൻ്റെ 132 കോടി രൂപ 2018 പ്രളയം മുതൽ പുറകോട്ട് പോയാലുള്ള ഒരു വലിയ ബില്ലാണ് നമ്മളെ തേടി വരുന്നത്. 2018 പ്രളയകാലത്ത് നമുക്ക് തന്ന 89,540 ടൺ അരി, ആ അരിയുടെ ബില്ല് നമുക്ക് തന്നു. അത് നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മുടെ റേഷൻ സബ്സിഡി നിർത്തലാക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ ഈ SDRF ഫണ്ടിൽ വെട്ടിക്കുറക്കും എന്ന് ഭീഷണിപ്പെടുത്തിയവരാണിവർ. അപ്പോൾ ഇവരുടെ ആറ്റിറ്റ്യൂഡ് വളരെ കൃത്യമാണ്. മഹാരാഷ്ട്രയ്ക്ക് 1492 കോടി രൂപ കൊടുത്തവർ, 1000-ൽ പരം കോടി രൂപ പിന്നെ ആസാമിന് കൊടുത്തവർ, 685 കോടി രൂപ ബീഹാറിന് കൊടുത്തവർ, 600 കോടി രൂപ ആസാമിന് കൊടുത്തവർ, 1092 കോടി രൂപ ആന്ധ്രാപ്രദേശിന് കൊടുത്തവർ, കേരളത്തിന് 145 കോടി രൂപ മാത്രമാണ് ഈ പ്രയാസകരമായ ഘട്ടത്തിലും നൽകിയത് എന്ന് വരുമ്പോൾ കേന്ദ്ര സർക്കാർ കേരളം തങ്ങൾക്ക് രാഷ്ട്രീയമായി അടിയമപ്പെടാത്ത ഒരു പ്രദേശം എന്ന നിലക്ക് പകവീട്ടുന്നു എന്ന സമീപനം ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് പറയാൻ ഭയമില്ല, അത് പറയാൻ മടിയില്ല. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഇന്ന് വളരെ കൃത്യമായി അതുതന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ സ്മൃതി ഞങ്ങൾ അനുവദിക്കണം. വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ആ ദുരന്തത്തെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷം വാദിക്കുന്ന ഈ കേസിൽ ഒന്നാം പ്രതിയായി വരുന്നത് കേന്ദ്ര സർക്കാരാണ്, ഒരു സംശയമില്ല. പക്ഷേ ഈ കേസിലെ രണ്ടാം പ്രതി ആരാണ്? നമ്മളിതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ, ഈ കണക്കുകൾ പറയുമ്പോൾ, ഇതിൻ്റെ സാങ്കേതികത്വം പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് സ്മൃതി. 100 കണക്കിന് ആളുകൾ അവിടെ മരണപ്പെട്ടവർക്ക് നമ്മൾ 6 ലക്ഷം രൂപ വീതം സാമ്പത്തിക ധനസഹായം പ്രഖ്യാപിച്ചു. 34 DNA ടെസ്റ്റുകൾ ഇനിയും പുറത്തു വരാത്തതിൻ്റെ പേരിൽ ആ സഹായം കിട്ടാത്ത 34 പേർ അവിടെയുണ്ട്. ശരീരഭാഗങ്ങൾ കണ്ടെത്തി DNA ടെസ്റ്റിന് അയച്ചവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് സ്മൃതി. കണ്ടെത്താത്തവരെ കുറിച്ചപ്പോൾ സ്മൃതി മനസ്സിലാക്കണം. തീർന്നില്ല, ഈ ദുരന്തത്തിന്റെ ഭാഗമായി ചികിത്സയിൽപ്പെട്ട് പിന്നീട് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടവർ, നമുക്കറിയാം അവരാരും പൂർണ്ണ ആരോഗ്യത്തോടെ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു പോയവരല്ല. അവരുടെ തുടർ ചികിത്സ കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുത്തിരുന്നു. ആ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് പോലും നമ്മൾ ഇതുവരെ 1 രൂപ കൊടുത്തിട്ടില്ല. ആ മനുഷ്യർ തിരിച്ചടക്കാനുള്ള ലോണുകളുണ്ട്, ഗാർഹിക വായ്പകളുണ്ട്, വിദ്യാഭ്യാസ വായ്പകളുണ്ട്, അവരുടെ കച്ചവട സ്ഥാപനങ്ങൾക്ക് വേണ്ടി അവരെടുത്ത വായ്പകളുണ്ട്. KSFE, ഞാൻ സ്മൃതിക്ക് ഒരു നോട്ടീസ് അയച്ചു തരാം. KSFE അവർക്ക് നോട്ടീസ് അയക്കുന്നു, ഒരു മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. ഇന്നലെ ആ ഇരകൾ കൽപ്പറ്റയിലെ കാനറ ലീഡ് ബാങ്കിലേക്ക് അവർ സമരം നടത്തി. അതിൽ തീരുമാനമെടുക്കേണ്ടത് ആരാണ്? കേരളത്തിലെ ഗവൺമെന്റാണ്. തീർന്നില്ല, അവരുടെ ലോൺ മാത്രമല്ല അവരുടെ തുടർ വിദ്യാഭ്യാസം അവിടുത്തെ കുട്ടികളുടെ ഈ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. എന്ന് വച്ചാൽ വാടക കൊടുക്കുന്നില്ല, അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ 300 രൂപ അവർക്ക് ലഭിക്കുന്നില്ല. പൂർണ്ണമായും കൊടുത്തു എന്ന് പറയാൻ കഴിയുന്ന ആകെയുള്ള കാര്യം അടിയന്തര സാമ്പത്തിക സഹായമായിരുന്ന 10,000 രൂപ മാത്രമാണ്. ഈ ബാങ്കുകളുടെ മേൽ, അതല്ലെങ്കിൽ ഈ DNA ടെസ്റ്റ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനില്ലേ? ഈ ദിവസങ്ങളിൽ, ഈ വയനാട് ദുരന്ത ദിവസങ്ങളിൽ വൈകാരികമായ ആവേശത്തോടെ കേരളത്തിലെ ജനങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് 658 കോടി രൂപയാണ്. നമ്മൾ 7 കോടി രൂപയെ ചെലവഴിച്ചിട്ടുള്ളൂ സ്മൃതി. ആ പണം ആ മനുഷ്യരുടെ കൈകളിലേക്ക് എത്തിക്കാൻ, അവരുടെ ചികിത്സ ഉറപ്പാക്കാൻ, അവരുടെ ലോണിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ, അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ, ആ മനുഷ്യരെ തീരുമാനിക്കാൻ സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ അവകാശമുള്ള ഈ കാര്യങ്ങളിൽ നിങ്ങളെ തടയുന്നത് എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സംസ്ഥാന സർക്കാർ ഇവിടെ നൽകണം. ഞാൻ പറഞ്ഞത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വാദിക്കുന്ന ഈ കേസിലെ 1-ാം പ്രതി കേന്ദ്ര സർക്കാരാണെങ്കിൽ നമുക്കൊരു സംശയം വേണ്ട സ്മൃതി, അതിലെ 2-ാം പ്രതി സംസ്ഥാന സർക്കാരാണ്. കേന്ദ്ര അവഗണനയെ സംസ്ഥാനത്തിൻ്റെ അനാസ്ഥ മറച്ചു പിടിക്കാനുള്ള ഒരവസരമായി ദുരുപയോഗം ചെയ്യരുത് എന്നാണ് വളരെ വിനയത്തോടെ കേരളത്തിൻ്റെ പ്രതിപക്ഷം. പക്ഷേ SDRF-ലെ തുക ചെലവഴിക്കുന്നതിൽ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണം എന്നുകൂടി കേരളം ആവശ്യപ്പെടുന്നുണ്ട്. കാരണം പണം ഇങ്ങോട്ട് തന്നിട്ടുണ്ട്, പക്ഷെ തൊടാൻ പറ്റാത്ത അവസ്ഥ, അതാണ് മാനദണ്ഡം. ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾക്ക് അരുൺ മറുപടി പറയും. ഈ തുടർ ചികിത്സയ്ക്കുള്ള സഹായം, ഈ DNA ടെസ്റ്റ് മുഴുവൻ തെളിയാത്തത് കൊണ്ട് ചില കുടുംബങ്ങൾക്ക് കിട്ടാത്ത സഹായം, അതൊക്കെ എവിടെ നിൽക്കട്ടെ, അതിന് അരുൺ മറുപടി നൽകേണ്ടതാണ്. പക്ഷേ ഈ SDRF-ലെ തുക ചെലവഴിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ അതൊരു വലിയ തടസ്സമല്ലേ? പണം നൽകിയോ എന്ന് ചോദിച്ചാൽ പണം നൽകിയിട്ടുണ്ട്, ആ പണം അവിടെയുണ്ട്, പക്ഷെ അത് തൊടാൻ പറ്റില്ല.
തീർച്ചയായും സ്മൃതി, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കേന്ദ്ര സർക്കാരിന്റെ നിഷേധാത്മകമായ സമീപനത്തെ ഞങ്ങൾ നിരാകരിക്കുന്നു. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ MP ആണല്ലോ, അമിത്ഷായെ നേരിട്ട് കണ്ട് ചില സഹായങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു. അദ്ദേഹം ഉടനെ ശരിയാക്കാമെന്ന് പറഞ്ഞയച്ചതല്ലാതെ പിന്നെ നടന്ന ചർച്ചയിൽ ഒരു മറുപടിയും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബില്ല് ചർച്ച ചെയ്തപ്പോൾ കേരളം മുന്നോട്ട് വെച്ച, കേരളത്തിന്റെ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച, കേരളത്തിലെ ഭരണപക്ഷം മുന്നോട്ട് വെച്ച ഗൗരവതരമായ കാര്യങ്ങൾ, അതിനോട് BJP ഗവൺമെന്റ് നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ മുൻപിൽ കേരളത്തിൽ നിന്നുള്ള MP-മാർ പ്രതിഷേധിച്ചിരുന്നു. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ MP-മാരടക്കം അതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. കൂട്ടായ വിഷയങ്ങളിൽ കേന്ദ്രത്തോട് കൂട്ടായി വിലപേശുന്നതിൽ ഒരു പ്രയാസവും ഇല്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥയെക്കുറിച്ച് പറഞ്ഞത് അവിടെ നിൽക്കണം. നമ്മളിവിടെ ചെയ്യേണ്ടത് പ്രഥമ പരിഗണന ആ മനുഷ്യർക്കൂടെ, സർവസ്വം നഷ്ടപ്പെട്ടവരാണ്, ജീവിതം മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നം നിൽക്കുന്നവരാണ്. അവർക്ക് ഇത്തരം സാങ്കേതികതകളോ ഇത്തരം കണക്കുകളോ മനസ്സിലാവില്ല. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായ ഒരു സഹായമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒരു ഭാഗത്ത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കേന്ദ്രത്തിനെതിരെ കർശനമായ നിലപാട് നമ്മൾ സ്വീകരിക്കണം. രണ്ടാമത്തേത്, നമുക്ക് തീരുമാനമെടുത്ത് നൽകാൻ കഴിയുന്ന സഹായങ്ങളിൽ അടിയന്തിരമായ തീരുമാനം, അടിയന്തിരമായ നടപടി നമ്മുടെ അധികാര പരിധിയിൽ നിന്ന് ചെയ്യാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാർ ചെയ്യണം. ഇത്തരത്തിലുള്ള സന്തുലിതമായ സമീപനമാണ് നമ്മൾ ഈ ദുരന്തത്തിലെ ഇരകളോട് സ്വീകരിക്കേണ്ടത്. അതല്ലാത്ത ഒരു രാഷ്ട്രീയ വാഗ്വാദത്തിന്റെ വേദിയാക്കി ഇത് മാറ്റിയാൽ അനുഭവിക്കേണ്ടി വരുന്നത് ആ പാവം മനുഷ്യരാണ്. അവർ ഒരുപാട് വില കൊടുത്തവരാണ് സ്മൃതി. അവരെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ തർക്കം അത് പൂർണ്ണമായും അവരത് കേൾക്കുകയാണ്, അവർക്കത് ദഹിക്കും എന്ന് തോന്നുന്നില്ല. Debate with Smriti Parithikar.